ഈ ഡ്രാമയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഇവര് നോവയെ കൂട്ടാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ മോ ഓഫീസിൽ വളരെ കഷ്ടപ്പെട്ട് ഫയലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സമയം അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല അവിടെ എങ്ങും റേച്ചലിനെ കാണാനുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഗണിൽ പെടാതെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ഇവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നു. പക്ഷെ കറക്റ്റ് ഇവള് പിറകിലൂടെ വന്ന് അവനെ പിടികൂടുന്നു. ഈ ഒരു കമ്പനിയിൽ റേച്ചൽ മോയുടെ അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ ഇപ്പോ ഇവനോട് ചേർത്ത് ആക്കിയിരിക്കുകയാണ്. അപ്പോ റേച്ചൽ ഇവനോട് അല്ല നീ എങ്ങോട്ട് പോവാൻ പോയതാ എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് ഞാൻ ബാത്റൂമിൽ പോവാൻ പോയതാണെന്ന് പറയുന്നു. അപ്പൊ ഇവള് എങ്കിൽ പിന്നെ വാ ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കാം എന്ന് പറയുമ്പോ ഇവൻ അയ്യോ എനിക്ക് പോണ്ടായേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം മോ കുറെ ഫയല് ടേബിളിൽ ചെക്ക് ചെയ്യുന്ന പോലെ വെച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് നോവ വരുന്നു. മോ ആദ്യം വിചാരിക്കുന്നത് അത് റേച്ചലായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ പേടിച്ച് അയ്യോ ഞാൻ ഉറങ്ങുന്നൊന്നും അല്ലായിരുന്നു, ചെറിയൊരു ബ്രേക്ക് എടുത്തതാ എന്ന് പറയുമ്പോഴാണ് അത് നോവയാണെന്ന് അവന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിന്റെ ചേച്ചി അറിഞ്ഞിട്ട് തന്നെയാണോ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ചേട്ടാ ഇത് ചേട്ടന്റെ ഓഫീസല്ലേ, ചേട്ടൻ ഇത്രയ്ക്ക് ചേച്ചിയെ പേടിക്കല്ലേ എന്ന് പറയുമ്പോ ഇവൻ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചിട്ട് റേച്ചലിനെ വിളിച്ച് നിന്റെ അസിസ്റ്റന്റ് ദേ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് പറയുന്നു. അപ്പൊ നോവ ഇവനോട് ചേട്ടനുള്ള കോഫിയും കൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ എന്റെ കോഫി എവിടെയാ മോളെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് മറന്നു വെച്ചിട്ട് വന്നതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും റേച്ചൽ അങ്ങോട്ടേക്ക് വന്ന് നോവ നിനക്ക് ചെയർമാന്റെ ഓഫീസിൽ എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് ഇവിടെ കയറി ഇറങ്ങി നിറങ്ങരുത് എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അത് തന്നെയാണ് നല്ല ചാൻസ് എന്ന് മനസ്സിലാക്കി മോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പൊ റേച്ചല് നോവയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാണ് ഇനി മുതൽ നിന്റെ പ്ലേസ്, നിന്റെ കുരുട്ട് ബുദ്ധി കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒപ്പിക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മോയെ കാണാനായിട്ട് വരുന്നു. പക്ഷെ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. അവൻ ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല അവിടെ ഇവളുടെ ഒരു മനോഹര ചിത്രവും വരച്ചു വെച്ചിട്ടാണ് പോയത്. അതും കൂടെ കണ്ട് നല്ല ദേഷ്യം വന്ന് ഇവൾ അവനെ വിളിച്ചിട്ട് ഓഫീസിലോട്ട് മര്യാദയ്ക്ക് വരാൻ പറയുന്നുണ്ടെങ്കിലും അവൻ വരില്ല എന്ന് പറയുന്നു. അപ്പോ അതൊക്കെ പുറത്തു നിന്ന് നോവ കേട്ടുകൊണ്ട് നിൽക്കാണ്. ഇവര് തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ മുന്നിൽ വീഴാത്ത മിസ്റ്റർ കോടീശ്വരനായ മോയെ ഞാൻ എന്റെ സൗന്ദര്യം കൊണ്ട് എന്തായാലും വീഴ്ത്തിയിരിക്കും എന്നൊക്കെയാണ് ഇവള് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മോ ക്ലബിൽ വന്നിട്ട് ഡ്രിങ്ക്സ് അടിച്ച് പഴയതുപോലെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കേണ്ട ഞാനാ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത് എന്നൊക്കെ. അപ്പൊ നോവ ഇവന്റെ അടുത്തേക്ക് വന്ന് ചേട്ടൻ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു, ചേട്ടൻ അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ ചേച്ചി അവിടെ ഭയങ്കര ബഹളമായിരുന്നു. അവള് പറയുന്നത് ചേട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൾക്ക് വലിയ ബാധ്യതയായി ബുദ്ധിമുട്ടായി, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ എരി കയറ്റുന്ന രീതിയിൽ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അത് കേട്ട് മോ അവൾക്ക് ഒരു സങ്കടവും ഇല്ല, ബാധ്യതയില്ല, അവൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അവൾക്ക് എന്നെ കരയിപ്പിക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ തന്നെ റേച്ചൽ ഇവരുടെ പിന്നിൽ വന്ന് നിൽക്കുന്നു. അവളെ അവിടെ കണ്ട് ഇവൻ നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. റേച്ചല് മോയുടെ ചെവിക്ക് പിടിച്ചിട്ട് നീ ഇവള് പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ എങ്ങനെ വിശ്വസിക്കോ, എന്റെ മനസ്സ് പറയായിരുന്നു നീ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല, നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോ ഇവള് അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം, ഇപ്പോ നീ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിൽ എടുത്ത് ഇവനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോ മോ ആ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചിട്ട് ഞാൻ ദേ നിന്റെ കൂടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അവളോടൊപ്പം ചെല്ലുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഇവര് മറ്റൊരു കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യാൻ പോവാനായിട്ട് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നേക്കാണ്. അപ്പൊ ഇവള് ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് തന്നെ അവൾക്ക് നല്ലതുപോലെ മാച്ച് ആവുന്നു. അവളത് വളരെ ഇഷ്ടപ്പെട്ട് എടുത്ത ഡ്രസ്സാണ്. പക്ഷെ അതിന്റെ വില ചോദിക്കുന്ന സമയത്ത് 8 മില്യൺ ആണെന്ന് പറയുന്നു. ഉടനെ തന്നെ റേച്ചൽ അത് കേട്ട് അയ്യോ എങ്കിൽ പിന്നെ എനിക്കിത് വേണ്ട എന്ന് പറയുന്നു. എന്നാൽ ആ സെയിൽസ് ഗേൾ ഇത് തന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ പീസ് ആണ്, പൈസ ഇല്ലെങ്കിൽ വലിഞ്ഞു കയറി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ഇതിന് വല്ല മാർക്കറ്റിലും പോയി വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ മോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റേച്ചലിനോട് നീ ഇപ്പോ എന്റെ കാർഡ് അൺബ്ലോക്ക് ആക്കുകയാണെങ്കിൽ ഞാനിത് ഇപ്പൊ തന്നെ നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ റേച്ചല് അതൊന്നും വേണ്ട, ഇത് ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ, നമുക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മോ അത് കേൾക്കാതെ അവന്റെ കുറച്ച് സേവിങ്സ് ചെയ്യുന്ന അവൾക്ക് ആ ഒരു ഡ്രസ്സ് അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. കൊടുക്കുക മാത്രമല്ല ആ സെയിൽസ് ഗേളിന് നല്ലത് കൊടുത്തിട്ടാണ് റേച്ചലിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് ഇവൾക്ക് നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവര് രണ്ടുപേരും ആ ഒരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റില് സൈൻ ചെയ്യാനായിട്ട് വന്നേക്കാണ്. പക്ഷെ അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ഇവരുടെ ആ ഒരു പഴയ മാനേജർ തന്നെയാണ്. അയാളിപ്പോ ഈ കമ്പനിയുടെ മാനേജറാണ്. അപ്പോ അത് കണ്ട്
പിന്നെ റൈച്ചല് അല്ല മാനേജർ സർ, ഒരു ജോലി പോയിട്ട് 2 ദിവസം പോലും ആയില്ലല്ലോ, അതിനു മുന്നേ നിങ്ങൾ പുതിയ കമ്പനിയായിട്ട് ടൈപ്പ് ആയോ, അതോ ഇതിനു മുന്നേ തന്നെ ഈ ജോലി പറഞ്ഞു വെച്ചേക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അയാള് അതെ തീർച്ചയായും, നിന്റെ ഹസ്ബൻഡിനെ പോലെ ഒരുത്തൻ കമ്പനി ചെയർമാൻ ആയതുകൊണ്ട് തന്നെ ഇനി ആ കമ്പനി അധിക നാളൊന്നും മുന്നോട്ട് പോവില്ലെന്ന് എനിക്ക് മുന്നേ തന്നെ അറിയാം. സോ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ഞാൻ മുന്നേ തന്നെ രക്ഷപ്പെട്ടതാണ് എന്ന് പറയുമ്പോ ഇവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മോയെ ഒരു കഴിവുകെട്ടവനായിട്ടാണല്ലോ ഇയാള് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ അയാളോട് ദേഷ്യപ്പെടുമ്പോ അയാള് നീ എനിക്ക് റെസ്പെക്ട് തരാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റില് സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോ മോ അയാളോട് എടോ താൻ ഈ കമ്പനിയുടെ ബോസ് ഒന്നും അല്ലല്ലോ, ഈ കോൺട്രാക്റ്റിനെ പറ്റി ഞങ്ങൾ തമ്മിൽ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നിന്റെ ബോസ് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതും. ഇപ്പൊ നിനക്ക് സൈൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഇതിന്റെ പേരിൽ വരുന്ന ബാക്കി പ്രശ്നങ്ങൾ നീ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോ ഇയാളൊന്ന് പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരി ശരി ഞാൻ സൈൻ ചെയ്തു തരാം എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും അയാളോട് അയാൾ പറഞ്ഞു തന്നെ സോറി ചോദിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇയാള് പറയില്ല എന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഇവര് എങ്കിൽ പിന്നെ നിങ്ങളുടെ കമ്പനിയായിട്ട് സൈൻ ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോ അയാള് പെട്ടെന്ന് സോറി ചോദിക്കുന്നു. അങ്ങനെ അവര് ആ ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോ മോ വളരെ സന്തോഷത്തില് ഇപ്പൊ നമ്മുടെ കോൺട്രാക്ട് കിട്ടിയില്ലേ, ഇനിയെങ്കിലും നിനക്ക് എന്റെ കാർഡ് അൺബ്ലോക്ക് ആക്കിക്കൂടെ എന്ന് പറയുമ്പോ റേച്ചൽ അവനോട് ഞാൻ ചെയ്യാം, പക്ഷേ വെറുതെ റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരില്ല എന്ന് പറയുമ്പോ അവർ തമ്മിൽ തർക്കാവുന്നു. എന്നാൽ അപ്പോഴേക്കും നോവ അങ്ങോട്ടേക്ക് വന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അതായത് ഇവര് നേരത്തെ സൈൻ ചെയ്ത് കൊടുത്ത ആ ഒരു കോൺട്രാക്ട് മൂലം 10 കോടിയാണ് ഇവരുടെ കമ്പനിക്ക് നഷ്ടം വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആ ഒരു ഫയല് മോയെ ഏൽപ്പിക്കാനായിട്ട് റേച്ചല് നോവയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഇവള് ആ ഒരു ഫയലില് അറിയാതെ വെള്ളം തട്ടിമറിച്ചു നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവള് റെഡിയാക്കിയ പുതിയ ഡോക്യുമെന്റ്സ് ആണ് ഇവര് സൈൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ അതാണെങ്കിൽ ഫുള്ള് പൊട്ടത്തെറ്റും. സോ അതിന്റെ പേരിൽ ഇപ്പൊ ഇവർക്ക് ഒരുപാട് നഷ്ടവും നാണക്കേടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വന്ന് മോ നോവയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. കാരണം അവര് അത്രയും കഷ്ടപ്പെട്ടാണല്ലോ ആ ഒരു കോൺട്രാക്ട് പിടിച്ചത്. അതിനുശേഷം റേച്ചല് നമുക്ക് ആ ഒരു മാനേജറിനോട് പോയി സോറി പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം എന്ന് പറഞ്ഞ് മോയെ വിളിക്കുമ്പോ ഇവൻ പോവാൻ തയ്യാറാവുന്നില്ല. അപ്പൊ റേച്ചല് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് അല്ലേ വേണ്ടത്, അപ്പോഴല്ലേ നീ ഫ്രീ ആവുന്നത്, നിനക്ക് വേണ്ടത് ഞാൻ തന്നേക്കാം, പക്ഷെ നീ ഈ ഒരു കോൺട്രാക്ട് ഓക്കെ ആക്കണം എന്ന് പറയുമ്പോൾ അവനത് കേട്ട് സന്തോഷാവുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്, എനിക്ക് ഫ്രീഡം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിനുശേഷം ഈ ഒരു ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് നമ്മുടെ റേച്ചല് പറഞ്ഞതുപോലെ തന്നെ ഇവന് ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് മോയെ ഏൽപ്പിക്കുന്നു. ഇനി അവൻ മാത്രം അതിൽ സൈൻ ചെയ്താൽ മതി. അപ്പോ അത് കണ്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. ഇവളെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ റേച്ചല് സീരിയസ് ആയിരുന്നു. എന്നാൽ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു ലിഫ്റ്റിന് എന്തോ സംഭവിച്ചു, അത് താഴേക്ക് സ്പീഡിൽ പോകാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് ഇവള് പേടിച്ച് മോയെ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോ മോ ഇവളോട് നീ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനെങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവളെ കളിയാക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലിഫ്റ്റ് നോർമൽ ആയിട്ട് ഓപ്പൺ ആവുന്നു. പക്ഷെ അതേ സമയം തന്നെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ ഈ ലിഫ്റ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അവര് നോക്കുന്ന സമയത്ത് ഇവരുള്ളത് ഈ ഒരു പോസിലാണ്. അത് കണ്ട് സ്റ്റാഫൊക്കെ ബോസ് അദ്ദേഹത്തിന്റെ വൈഫിനോട് എത്ര റൊമാൻറ്റിക് ആണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ റേച്ചലിന് അത് കേട്ടിട്ട് നല്ല ഷൈ ആയിട്ട് അവള് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോ ഈ ഒരു ഡിവോഴ്സ് പേപ്പർ ഇവൻ നോക്കുന്ന സമയത്ത് മോയ്ക്ക് അത്ര സന്തോഷമാവുന്നില്ല. കാരണം ഇപ്പൊ ഇവന് ഒരു താല്പര്യമൊക്കെ റേച്ചലിനോട് ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അതിരാവിലെ തന്നെ മോ എഴുന്നേറ്റ് റെഡിയായി ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പൊ അത് കണ്ട് റേച്ചൽ തന്നെ അമ്പരന്ന് ഇവൻ ഓഫീസിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് സംശയിച്ച് എഴുന്നേൽക്കുമ്പോ മോ അവളുടെ അടുത്തേക്ക് വന്ന് നീ കൺഫ്യൂഷൻ അടിക്കണ്ട, ഞാൻ ജോലിക്ക് തന്നെയാ പോകുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഇവളോട് സംസാരിച്ചിട്ട് പോകുന്നു. സാധാരണ ഇവര് കീരിയും പാമ്പും ആണല്ലോ. അതിനുശേഷം ഇവളും റെഡി ആയിട്ട് ഓഫീസിലേക്ക് വരുമ്പോ ഒരുപാട് പുതിയ കോൺട്രാക്ട് ഒക്കെ മോ പിടിച്ചു വെച്ചേക്കാണ് അവരുടെ കമ്പനിക്ക് വേണ്ടി. അത് കാണുമ്പോ ഇവൾക്കും അവന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് കൺഫേം ആവുന്നു. അപ്പോഴേക്കും മോ അങ്ങോട്ടേക്ക് വന്ന് വാ നമുക്ക് മാനേജറിനെ കാണാനായിട്ട് പോവാം, പോയിട്ട് എന്താന്ന് വെച്ചാല് ചോദിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചോണ്ട് പോകുന്നു. റേച്ചലിന് അതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷമാവും ുണ്ടെങ്കിലും മറുഭാഗത്ത് അവൾക്ക് സങ്കടമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഇവര് ഡിവോഴ്സ് ആവുമല്ലോ. അവൾക്കും അതിനോടിപ്പോ താല്പര്യമൊന്നുമില്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവളെ എത്തിച്ചതാണ്. മോയെ നേരെയാക്കുക എന്നുള്ളതാണല്ലോ ഇവളുടെ ഒരു ദൗത്യം. അതിനുശേഷം ഇവരിപ്പോ മാനേജറിനെ കാണാനായിട്ട് വരുന്നു. പക്ഷെ അയാളാണെങ്കിൽ അവിടെ മിയയും അതേപോലെ തന്നെ ലീയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. പക്ഷെ മോ ഇവരെ രണ്ടുപേരെയും അവിടെ നിന്ന് ആ മാനേജറിനെ കൊണ്ട് തന്നെ പുറത്താക്കിപ്പിക്കുന്നു. അതിനുശേഷം സോറി ചോദിക്കാനായിട്ടാണ് വന്നതെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തി ആ ഒരു സോറി അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നു. മോ അത്രയും വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജറിനും കൂടുതൽ ഡിമാൻഡ് ഇടാനാവുന്നില്ല. സോ ഇവര് രണ്ടുപേരും ആ ഒരു കോൺട്രാക്ട് തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അപ്പോഴേക്കും
അപ്പോഴേക്കും ഈ മാനേജർ ആരോ വിളിച്ചിട്ട് സർ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് നിനക്ക് എന്ത് ചെയ്താലാണോ സന്തോഷം കിട്ടുന്നത് നീ അത് ചെയ്തോ, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണമെന്ന് പറയുന്നു. ഇയാൾ ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഇവര് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അപ്പൊ റേച്ചല് നിനക്ക് എത്രയും ടാലന്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോ ഇവൻ പക്ഷേ നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇതുവരെ എത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് ഇവളുടെ തോളിലേക്ക് തലവശം കിടന്നുറങ്ങുന്നു. അത് കാണുമ്പോ ഇവളും വളരെ സ്നേഹത്തിൽ തന്നെ അവനെ ചുംബനം നൽകുന്നു. ഇവൾക്ക് മോയെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അങ്ങനെ അതിനൊക്കെ ശേഷം പിറ്റേന്ന് മോ ആണെങ്കിൽ അവന്റെ ഓഫീസിൽ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് റേച്ചൽ അങ്ങോട്ടേക്ക് വന്ന് അവരെല്ലാം ഒഴിച്ചു വിട്ടിട്ട് ഇവനോട് നീ ഇങ്ങനെ പോയാലേ ശരിയാവില്ല, നീ നന്നായെന്നാ ഞാൻ വിചാരിച്ചത്, ഇനിയും നീ ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മുടെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൻ എന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയതൊന്നും നേടാൻ ഒരു താല്പര്യമില്ല, നീയും അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്നോടൊപ്പം കൂടിയത്, നിന്റെ കമ്പനിയെ പറ്റിയും ഫാമിലിയെ പറ്റിയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറയുമ്പോൾ ഇവൾക്കത് കേട്ട് നല്ല ദേഷ്യം വരാണ്. ഓ അപ്പൊ നീ അങ്ങനെയാണല്ലോ എന്നെ കണക്കാക്കി വെച്ചേക്കുന്നത്, ശരി നമുക്ക് നാളെ തന്നെ ഡിവോഴ്സ് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇവൾ എഴുന്നേറ്റ് പോകുന്നു. അപ്പോ ഇവൻ അയ്യോ ഞാൻ എന്താ പറഞ്ഞത് എന്ന് ഓർത്ത് ടെൻഷൻ ആവുകയാണ്. അവൻ വായിൽ വന്നത് പറഞ്ഞു പോയതാണ്, പക്ഷെ അത് റേച്ചലിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. ഇവൻ പറഞ്ഞതിനർത്ഥം അവൾ ഇവന്റെ കൂടെ നിൽക്കുന്നത് ഇവന്റെ പൈസ കണ്ടിട്ടാണ് എന്നാണല്ലോ. അതിനുശേഷം മോ വർക്ക് കഴിഞ്ഞ് പോവാനായിട്ട് തുടങ്ങുമ്പോ പോലും റേച്ചല് ദേഷ്യപ്പെട്ടു പോയ ആ ഒരു കാര്യം ഓർത്ത് വട്ടുപിടിക്കാണ്. എന്നാൽ അപ്പോഴേക്കും റേച്ചല് ആരോ ഫോൺ വിളിക്കുന്നത് ഇവൻ കേൾക്കുന്നു. അവള് പുതിയ എന്തോ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അപ്പോ അതിനായിട്ട് മറ്റൊരു കമ്പനിയിലെ സ്റ്റാഫ് ഇവളോട് ഇന്റർവ്യൂവിനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുന്നു. അവളും വരാമെന്ന് തന്നെ പറയുന്നു. പക്ഷെ ഇവൻ ആ ഒരു ഹോട്ടലിന്റെ കാര്യം മാത്രമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ റേച്ചലിന് മറ്റാരും ഇഷ്ടമാണ്, പിന്നെ ഞാനതിന് അവളെ ചില കാര്യത്തില പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അവനും പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവള് ആ ഒരു ഹോട്ടലിലേക്ക്, ആ ഒരു കമ്പനി പറഞ്ഞ ഹോട്ടലിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച നോവയും ഈ ഒരു മാനേജറും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ട് ഇവള് ഷോക്കായി അങ്ങോട്ടേക്ക് വന്ന് നോവ നീ എന്തൊക്കെയാ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ അവര് ആ ഒരു മാനേജറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ ആ മാനേജർ റേച്ചലിനോട് നിന്റെ അനിയത്തി വളരെ നല്ല അനുസരണശീലമുള്ള പെൺകുട്ടിയാ, നീയും ഇനി മുതൽ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടു പഠിച്ചു വെച്ചോ, നല്ലത് തന്നെയാണ് എന്ന് പറയുമ്പോൾ റേച്ചല് ഓ നിങ്ങളുടെ കമ്പനി പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അതിലും ഭേദം എനിക്ക് ഇവിടെ ചേരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ച് നോവയും വലിച്ചെടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. അപ്പൊ ഈ മാനേജർ അവളോട് നീ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ വൈൻ കുടിച്ചിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ അവളും ജസ്റ്റ് വൈൻ അല്ലേ എന്ന് കരുതി അത് വാങ്ങി കുടിക്കുന്നു. പക്ഷെ അതിൽ അയാൾ ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് തല ഇറക്കം പോലെയൊക്കെ ഫീൽ ആയിട്ട് അവൾ അവിടെ ബോധം പോയി വീഴുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ മോ ആണെങ്കിൽ അവൻ ക്ലബിൽ വന്നിരുന്നിട്ട് പോലും അവൻ റേച്ചലിനെ പറ്റി മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ മൈൻഡ് ഫുൾ അവളായതുകൊണ്ട് തന്നെ ഇനി താൻ അവളൊരു പ്രണയത്തിലായോ എന്ന് വരെ അവൻ സ്വയം ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും റേച്ചലിന്റെ ഫോണിൽ നിന്ന് ഇവനൊരു മെസ്സേജ് വരുന്നു, പെട്ടെന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട്. അത് കണ്ട് ഉടനെ തന്നെ ഇവൻ അവളെ തേടി പോകുന്നു. അപ്പോ ഇവിടെ ഈ മാനേജർ റേച്ചലിനോട് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാണ്. എന്നാൽ കറക്റ്റ് സമയം തന്നെ നമ്മുടെ മോ അങ്ങോട്ടേക്ക് വന്ന് അയാളെ പിടിച്ച് നല്ലത് പൊട്ടിച്ച് ഇവളെ രക്ഷിക്കുന്നു. ഇവൻ കേട്ടിരുന്നല്ലോ ആ ഒരു ഹോട്ടലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയത്. അതിനുശേഷം ഇവൻ തന്നെ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഇവളെ നേരത്തെ കുടിച്ച വൈൻ മൂലം തന്നെ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് മോയെ ഇവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. എന്നിട്ട് അവനെ പോവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് നൈറ്റ് അവര് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് റേച്ചലാണ്. അവളെ കാണിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇവൾക്ക് തന്നെ നാണക്കേടാവാണ്. അതുകൊണ്ട് തന്നെ മോ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇവള് ഡിവോഴ്സ് പേപ്പർ എടുത്തു കൊടുക്കുന്നു. അപ്പോ അത് കണ്ട് മോ ഡിവോഴ്സോ ഇനിയുമോ, ഒരു പാവം ചെറുപ്പക്കാരനെ ഇന്നലെ യൂസ് ചെയ്തതും പോരാ, ഇപ്പോ അതിനൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാല് എങ്ങനെ ശരിയാവും, അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവള് ഡിവോഴ്സിനെ പറ്റി നമ്മൾ ഇതിന് മുന്നേ തന്നെ സംസാരിച്ചു വെച്ചതാണ്, ഇതൊന്നും അതിനെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നു. പക്ഷെ ഇവന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, കാരണം അവളായിട്ട് തന്നെയാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത്. അങ്ങനെ അതിനുശേഷം ഇവൻ ഓഫീസിൽ വന്നിട്ട് ജോലി എടുക്കാതെ ആദ്യം ഗെയിം കളിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അവനെ അവൻ തന്നെ കൺട്രോൾ ചെയ്ത് ഫയൽ എടുത്ത് ചെക്ക് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം ഇവൻ റേച്ചലിനെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ അവളെ വിളിപ്പിക്കുന്നു. പക്ഷെ അങ്ങോട്ട് എത്തുന്നത് റേച്ചൽ അല്ല, മറ്റൊരു സ്റ്റാഫാണ്. റേച്ചൽ ഇന്ന് ലീവ് ആണെന്ന് പറയുന്നു. അങ്ങനെ ആ സ്റ്റാഫിനെ ഇവൻ പറഞ്ഞയച്ചിട്ട് ഇവൻ ആ ഒരു ഡിവോഴ്സ് പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവൻ ഇതുവരെയും അതിൽ സൈൻ ചെയ്തിട്ടില്ല. ആ ഒരു സമയത്തെല്ലാം അവളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മാത്രമാണ് ഇവന്റെ ഓർമ്മയിലോട്ട് വരുന്നത്. പിന്നെ അവൻ അവനെ തന്നെ കൺട്രോൾ ആക്കി, എന്തിനാ ഞാൻ അവളെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്, അവൾക്ക് എന്നെ വേണ്ട, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് എൻജോയ്മെന്റിനായിട്ട് പോകുന്നു. എന്നാൽ അപ്പൊ ഇവിടെ റേച്ചൽ മോയുടെ അമ്മയെ വന്ന് കണ്ട് അവരെ ഡിവോഴ്സ് ആവാൻ പോവാണ് എന്ന കാര്യം പറയുന്നു. അപ്പൊ അമ്മ
എന്താ മോളെ എന്റെ മോൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവൻ കാരണമാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അല്ല മോ ഇപ്പോ വളരെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ എനിക്കെന്തോ അവനെ ഫേസ് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോ അമ്മ എനിക്കറിയാം ഈ കല്യാണം എടിപിടിയെന്നാണല്ലോ നടന്നത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം മോളുടെ വീട്ടിൽ പോയി നിൽക്ക്, അച്ഛനോടൊപ്പം കുറച്ച് ദിവസം നിൽക്കുമ്പോ ഓക്കെ ആവും, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോ അവളും അത് സമ്മതിച്ച് അവള് അവളുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അച്ഛനും ഇവള് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തിലാണ്. അവർ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന് അല്ല ചേട്ടൻ എവിടെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ, മാനേജറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം ചേട്ടൻ കണ്ടുപിടിച്ച് കാണുമല്ലേ, അതുകൊണ്ടാണല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് റേച്ചലിന് നല്ല ദേഷ്യം വന്ന് അവൾക്ക് ഒരെണ്ണം പൊട്ടിക്കുന്നു. അപ്പോ അച്ഛൻ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവളും അവരുടെ ഡിവോഴ്സ് ആവാൻ പോകുന്ന കാര്യം അച്ഛനോട് പറയുന്നു. അപ്പോ സ്റ്റെപ്പ് മദർ എന്റെ മോള് പറഞ്ഞത് അപ്പൊ ശരിയല്ലേടി, വേറെ ഒരുത്തനായിട്ട് ബന്ധമുള്ളത് കൊണ്ടല്ലേ മോൻ തന്നെ ഉപേക്ഷിക്കുന്നത് എന്ന് പറയുമ്പോ തന്നെ ആന്റി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ചിലപ്പോ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ വൈഫ് കാരണമാണ് നിങ്ങളുടെ കമ്പനി നേരെ ചൊവ്വേ പോകുന്നത്, അത് നിങ്ങളെ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് മോ ഇവളുടെ അടുത്തേക്ക് വരുന്നു. റേച്ചലിന് മനസ്സിലാവുന്നില്ല ഇവനിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന്. അപ്പോ നോവ മോയോട് ചേട്ടാ ചേച്ചി അടിച്ച് പുറത്താക്കിയത് മാനേജറായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ, ചേട്ടൻ കണ്ടതല്ലേ ഇവര് തമ്മിൽ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മോ അവളോട് മോളെ നോവ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തോ കാര്യമായ ബന്ധം ഉണ്ടെന്നാ, അതിങ്ങനെ മറ്റുള്ളവരുടെ മോളില് പഴിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോ അവളുടെ അമ്മ നോവയോട് എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് നോവ എന്ന് ചോദിക്കുന്നു. അപ്പോ അതൊക്കെ കേട്ട് അച്ഛനെ പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. അപ്പോ റൈച്ചല് നോവയുടെ അമ്മയോട് ആന്റി നിങ്ങൾക്ക് മോളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അകത്തകാനും കൂട്ടിക്കൊണ്ടുപോ, ഇവിടെ വെച്ച് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവരും അവളുടെ ചെവിയിൽ തൂക്കിയെടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് അച്ഛൻ മോയോട് ഞാൻ കേട്ടതൊക്കെ ശരിയാണോ, നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോ മോ അങ്ങനെയൊന്നും അല്ല അങ്കിൾ, ഞങ്ങള് എന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാവും, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇവിടെ 2 ദിവസം താമസിക്കാനാ എന്ന് പറയുമ്പോ റൈച്ചല് ഇവിടെയോ, ഇവിടെ എന്തിനാ താമസിക്കുന്നത്, മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിൽ പൊക്കോ എന്ന് പറയുമ്പോ മോ അച്ഛനോട് അവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അച്ഛൻ താമസിച്ചോളാം മറുപടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ റൈച്ചലിന് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇവള് അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. എന്നാൽ അത് കാണുന്ന സമയത്ത് ഇവള് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടിയും വാങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാനിതിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവളുടെ തീരുമാനം. അങ്ങനെ ഇപ്പോ റേച്ചൽ മോയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടുത്തെ ഗസ്റ്റ് റൂമാണ് താമസിക്കാനായി കൊടുക്കുന്നത്. ഇവളുടെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോ അത് കണ്ട് മോ ഇവിടുത്തെ മരുമകനെ ഗസ്റ്റ് റൂം തന്നാണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നിന്റെ ഇഷ്ടത്തിന് താമസിക്കണമെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് തന്നെ പൊക്കോ, ഇവിടെ സ്ഥലമൊന്നുമില്ല എന്ന് പറയുമ്പോ ഇവൻ അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നു. അതിനുശേഷം ഇവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ മോ അവളെ വിടാതെ ഹഗ് ചെയ്തിട്ട് നമുക്ക് ഡിവോഴ്സ് ആവണ്ട, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്കും അങ്ങനെ തന്നെയല്ലേ, നീ ഇല്ലെങ്കിൽ കമ്പനി കാര്യങ്ങൾ ഒന്നും നടക്കില്ല, എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ, ഞാൻ ചെയ്താല് ഒന്നും ശരിയാവില്ല, നീ തിരിച്ചു വാ എന്ന് പറയുമ്പോ ഇവളും തനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ നോവ നേരെ മോ കിടക്കുന്ന ആ ഒരു റൂമിലോട്ട് അന്ന് നൈറ്റ് അവനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മോ ആയിരുന്നില്ല, ഇവളുടെ അച്ഛൻ തന്നെ ആയിരുന്നു. ഇവളുടെ ആ ഒരു പ്രവൃത്തി കണ്ട് അച്ഛൻ അവൾക്ക് നല്ലത് പൊട്ടിക്കുന്നു. നീ നിന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനോടാണോ ഇങ്ങനെ കാണിക്കാൻ നോക്കിയത് എന്ന് ചോദിച്ചിട്ട് അവൾക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഇവിടെ എങ്ങനെയാണ് അച്ഛൻ വന്നതെന്ന്. കാരണം മോ ആയിരുന്നല്ലോ ഇവിടെ കിടന്നിരുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ സൗണ്ട് കേട്ടുകൊണ്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് വരുന്നു. സത്യത്തില് അച്ഛൻ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എത്തിയതെന്ന് വെച്ചാല് റൈച്ചല് മോയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതിന് ശേഷം ഈ അങ്കിളും അതേപോലെ തന്നെ മോയും കൂടി ഡ്രിങ്ക്സ് അടിച്ചിരുന്നു. അദ്ദേഹം കുറച്ച് ഓവർ ഫിറ്റ് ആയപ്പോ ഞാൻ ആരെയും ഡിസ്റ്റർബ് ആക്കണ്ട എന്ന് കരുതിയാണ് അങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിയത്, ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ അവളുടെ അമ്മയ്ക്ക് നല്ലത് കൊടുക്കുന്നു. അവരുടെ വളർത്ത ദോഷം കൊണ്ടാണ് ഇവളിങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അതൊക്കെ കണ്ട് അദ്ദേഹത്തിന് തീരെ വയ്യാണ്ടാവുകയാണ്. അതുകൊണ്ട് റേച്ചല് അച്ഛൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഇവളെ അച്ഛൻ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പെറുപെറുത്തോണ്ട് വരികയാണ്. എന്നാൽ അപ്പോഴേക്കും ആരോ ഒരാള് ഇവളുടെ അടുത്തേക്ക് വന്ന് നിന്റെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുന്നു. ഇവൾ അയാളോട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ ഞാൻ മോ ആണെന്ന് പറയുന്നു. അതായത് മോ ഫാമിലിയിൽപ്പെട്ട ആരോ ആണ്. ഇയാളെയാണ് നമ്മൾ നേരത്തെ മാനേജർ വിളിച്ചതായിട്ടും കണ്ടത്. അതിനുശേഷം ഇപ്പോ മോയും അതേപോലെ തന്നെ ലിയോ ഒക്കെ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ലാൻഡ് 100 കോടി വിളിച്ച് മോ തന്നെയാണ് വാങ്ങുന്നത്. അതിനുശേഷം അവൻ മാസമായിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവന്റെ അടുത്തേക്ക് വന്ന് സർ നിങ്ങളുടെ വൈഫ് എവിടെ, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ തിരക്കുമ്പോൾ ഇവൻ ആ ഒരു ലാൻഡ് തന്നെ എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് എന്ന് പറയുന്നു. അപ്പോഴേക്കും റേച്ചലും അവളുടെ പിണക്കമൊക്കെ മാറ്റി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നേരെ വന്ന് ഇവനെ കിസ് ചെയ്ത് ആ ഒരു ഗിഫ്റ്റ് തന്നതിൽ താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഇവനോട് ഇപ്പോ എനിക്ക്
കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡിവോഴ്സിനെ പറ്റി ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ലീക്ക് അതൊന്നും തന്നെ തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനോട് വന്ന് ആർക്കും വേണ്ടാത്ത ഭൂമി വാങ്ങിച്ചിട്ട് ഇത്രയും ബിൽഡപ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോ മോ അവനോട് എങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നത്, കിട്ടാത്ത മുന്തിരിക്ക് അല്ലെങ്കിലും പുളിപ്പ് കൂടുതൽ തന്നെയാണ് എന്ന് പറയുമ്പോ ലീ ശരി നീ തന്നെയാണ് ഇതിൽ വിജയിച്ചത്, പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ നിന്നെ വീഴ്ത്തും എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു ബെറ്റ് വെക്കുന്നു. അതായത് മോ ആണ് ആ ഒരു ബെറ്റിൽ തോൽക്കുന്നതെങ്കിൽ മോ അവന്റെ കമ്പനിന്ന് രാജിവെക്കണം, അതേപക്ഷം ലീ ആണ് തോൽക്കുന്നതെങ്കിൽ അവൻ ലൈവില് വന്നിട്ട് താനൊരു ചെറ്റയാണ് മോശക്കാരനാണ് എന്ന രീതിയിലൊക്കെ പറയും എന്ന് ബെറ്റ് വെക്കുന്നു. അങ്ങനെ അതിനുശേഷം മോയുടെ കമ്പനിയിൽ ആ ഒരു ലാൻഡ് വാങ്ങിച്ചതിനെതിരെ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഭൂമി ഒരു ഉപയോഗമില്ലാതെ എന്തിനാണ് വാങ്ങിച്ചത്, അത് നഷ്ടം മാത്രമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ റേച്ചൽ അവരോട് ഇതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല, നമ്മൾ അവിടെ ഉടനെ തന്നെ ഒരു ബിൽഡിംഗ് പണിഞ്ഞ് അവിടെ ഒരു റിസോർട്ട് ആക്കി മാറ്റാൻ പോവാണ്, അതിൽ നിന്ന് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് മോ ഇവളോട് നീ എന്നെ ഡിവോഴ്സ് ചെയ്യില്ലായിരിക്കും അല്ലെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ആദ്യം കമ്പനി സക്സസ്ഫുൾ ആവട്ടെ അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഇവൻ അവളെ കിസ് ചെയ്തിട്ട് അവളോട് നമ്മളിത് എന്തായാലും ഒരുമിച്ച് തന്നെ സക്സസ് ആക്കും എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവര് രണ്ടുപേരും ആ ഒരു ബിൽഡിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അതേന്ന് പറഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ നടക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാവിലെ ഇവള് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മോ ഇവളെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വളരെ ഓട്ടത്തിലല്ലായിരുന്നു, ഇന്ന് ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കാം, നീയും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ഇവൾക്ക് അത് കേട്ട് ദേഷ്യം വരാണ്, എന്തോരം പണികളാ കിടക്കുന്നത്, ഇവൻ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇവള് ഫുൾ അവനെ കുറ്റം പറയാണ്. പക്ഷെ യഥാർത്ഥത്തില് മോ ലീവ് എടുത്ത് അന്ന് റെസ്റ്റ് എടുക്കുകയല്ലായിരുന്നു, അവൻ ഇവൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവൻ ജോലിക്ക് തന്നെയാണ് പോയത്. അതിനുശേഷം ഇവള് ഓഫീസിൽ വരുമ്പോഴാണ് മോ രാവിലെ തന്നെ ഓഫീസിലെത്തിയിട്ട് സൈറ്റിലേക്ക് പോയ കാര്യം ഇവൾ അറിയുന്നത്. അവന്റെ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ മാത്രമല്ല ഇവള് അവനെ ഒരുപാട് കുറ്റം പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ മോയെ കാണുമ്പോൾ ഇവള് ഓടിപ്പോയിട്ട് ഹഗ് ചെയ്ത് അവനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഇവൻ അവളോട് ഞാൻ നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ നിന്റെ അസിസ്റ്റന്റ് അല്ലേ, നീ പണിയെടുക്കുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവര് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ മോ ആ ഒരു റിസോർട്ടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അതിപ്പോ ഒരു ഇനാഗ്രേഷൻ ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ കേട്ട് ലീക്ക് നല്ല ദേഷ്യവും അസൂയയും ഒക്കെ വരികയാണ്. കാരണം മോ മാത്രമാണല്ലോ ഉയർച്ചയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവൻ എന്തൊക്കെയോ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇപ്പോ ആ ഒരു ഇനാഗ്രേഷൻ ഡേ ആണ്. ഇവര് രണ്ടുപേരും ആ ഒരു റിസോർട്ട് വളരെ സന്തോഷത്തില് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. അവിടെ ഒരുപാട് മീഡിയാസും ആളുകളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇവന്റെ ഇമേജ് തകർക്കാനായിട്ട് ലീ മോയുടെ എംപ്ലോയീസിൽ ഒരാളെ പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതൊന്ന് എല്ലാവരും കേൾക്കണം, ഇയാള് എന്റെ ബോസ് ആണ്, പക്ഷെ എനിക്ക് ഇന്നലെ രാവിലെ ഈ ജോലി സ്ഥലത്ത് വെച്ച് ഒരു അപകടം പറ്റിയിറക്കെ ഇയാൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഒരു പൈസ പോലും തന്നെ സഹായിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മോയെ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ലീയും മിസ്റ്റർ മോ നിങ്ങൾ പണം ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള പാവങ്ങളെ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അവനെ നാണം കെടുത്തുക എന്നുള്ളതാണ് ലീയുടെ ലക്ഷ്യം. പക്ഷേ മോ അങ്ങനെ തോറ്റു കൊടുക്കില്ലല്ലോ, അവൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പണി പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാള് തലേന്ന് രാത്രി ഒരു കുഴപ്പമില്ലാണ്ട് മദ്യപിക്കാനായിട്ട് ഒരു ബാറിലേക്ക് കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളെ കാണിച്ചിട്ട് ഇയാളോട് തന്നെ അല്ല നിങ്ങൾക്ക് രാവിലെ എന്തോ പറ്റിയെന്നല്ലേ പറഞ്ഞത്, പിന്നെ രാത്രി ഇങ്ങനെ 2 കാലിൽ കയറി പോയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല. അപ്പൊ തന്നെ അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മോയെ കരിവാരി തേക്കാനായിട്ട് ആരോ ചെയ്തതാണെന്ന്. അങ്ങനെ എല്ലാവരും ഈ അഭിനയിച്ചു കിടക്കുന്ന ഇയാളെ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്നു. സോ മനസ്സിലായി അയാളുടെ കയ്യിൽ നിന്നെല്ലാം പോയെന്ന്. അതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടും എന്ന് മനസ്സിലാക്കി ഇയാൾ ഉടങ്ങി തന്നെ ലീഡ് അടുത്തേക്ക് ചെന്ന് സർ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല ഈ പകൽമാനിൻ തന്നെയാണെന്ന്. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഇമേജ് തകരാതിരിക്കാനായിട്ട് ഇങ്ങനൊരു തെറ്റ് കാണിച്ച ഇയാളെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇവര് രണ്ടുപേരും വളരെ സന്തോഷത്തിൽ തന്നെ ആ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനുശേഷം ഇവര് ചുമ്മാ നടക്കാൻ പോകുന്ന സമയത്ത് മോ ഇവളോട് അല്ല നമ്മളിനി ഡിവോഴ്സ് ആവില്ലല്ലോ, ഇപ്പൊ നല്ല രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെങ്ങനെ ശരിയാവും, ഓൾറെഡി തന്നെ നമ്മൾ ഡിവോഴ്സ് ആവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ, കമ്പനി നല്ല രീതിയിൽ പോയാല് ഞാൻ ഡിവോഴ്സ് തരാം എന്ന് പറഞ്ഞല്ലേ എഗ്രിമെന്റ് തന്നത്, അതിപ്പോ എങ്ങനെയാ തെറ്റിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മോ അതെന്തെങ്കിലും ആവട്ടെ, അത് ജസ്റ്റ് പേപ്പർ അല്ലേ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാതെ അവനൊരു മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു.
പക്ഷെ അവര് സംസാരിച്ച കാര്യങ്ങള് എല്ലാം തന്നെ ഇവിടെ ഈ മിയ കേൾക്കുന്നുണ്ടായിരുന്നു. അവളത് കേൾക്കുക മാത്രമല്ല റെക്കോർഡും ചെയ്തു വെക്കുന്നു. അതിനുശേഷം ആ ഒരു റിസോർട്ടില് പുതിയതായി വന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ മോയുടെയും റേച്ചലിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അവര് എന്ത് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എന്ത് നല്ല ജോഡികളാണ്, കാര്യങ്ങൾ നല്ലതുപോലെയാണ് ഒരുമിച്ച് നോക്കുന്നത്, അവരുടെ വിജയത്തിന്റെ രഹസ്യം അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ മിയ അത് കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്, അവര് ഫുൾ ഉടായിപ്പ, അവര് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുക, ഇതൊന്ന് കേട്ടു നോക്കിയേ, ഇവര് എഗ്രിമെന്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവര് ഉടനെ തന്നെ ഡിവോഴ്സ് ആവും എന്ന് പറഞ്ഞിട്ട് അവര് സംസാരിച്ച ആ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നു. അപ്പോ അവരും അത് വിശ്വസിച്ച് റേച്ചല് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവളോട്, എടി നീയും നിന്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവര് ഇവളെ പിടിച്ചു തള്ളുന്നു. അവൾക്ക് ഒരു മറുപടി പറയാനുള്ള അവസരം പോലും അവര് നൽകുന്നില്ല. ഇവളുടെ തല ഡോറിൽ ഇടിച്ച് പെട്ടെന്ന് അവള് ബോധം പോയി വീഴുന്നു. അത് കാണുന്ന സമയത്ത് ഇവരൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോ അങ്ങോട്ടേക്ക് വരുമ്പോ റേച്ചല് തറയിൽ കിടക്കുന്നത് കണ്ട് ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് അവളെ ചേർത്ത് നിർത്തുന്നു. അപ്പോ അത് കാണുന്ന സമയത്ത് ഇവര് ഉടനെ ഡിവോഴ്സ് ആവാൻ പോകുന്നവരാണ് എന്നൊന്നും തോന്നുന്നില്ല. ഈ മിയ പറഞ്ഞത് കള്ളത്തരാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. കാരണം ഡിവോഴ്സ് ആവാൻ പോകുന്നവര് ഇങ്ങനെ സ്നേഹിക്കില്ലല്ലോ പരസ്പരം. അപ്പോ മോ ഇവരോട് ഇവിടെ എന്താ സംഭവിച്ചത്, സത്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അവര് മിയ കേൾപ്പിച്ച ആ ഒരു ഓഡിയോയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. മിയയുടെ തലയിൽ അതെല്ലാം കൊണ്ടിടുന്നു. അപ്പോഴേക്കും റേച്ചലിനും ബോധം വരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എഴുന്നേറ്റ്, ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് എന്റെ ഹസ്ബൻഡ് എനിക്ക് ഒരിക്കലും മാച്ച് അല്ല എന്നാണ്, പക്ഷെ ഇവൻ തന്നെയാണ് എനിക്ക് മാച്ച് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നു. പക്ഷെ മിയ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ റേച്ചൽ അവനെ കിസ് ചെയ്യുന്നു. അതിനുശേഷം മോ അവരെല്ലാം പണിഷ് ചെയ്യാനായിട്ട് അവന്റെ ഗാർഡ്സിനോട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയുന്നു. അങ്ങനെ അതിനുശേഷം മോ അവിടെ നിന്ന് റേച്ചലിനെ കൂട്ടിക്കൊണ്ടുവന്ന ഇപ്പോ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണുള്ളത്. അപ്പോ അതിനുശേഷം മോ റേച്ചലിനെയും കൂട്ടി റൂമിലേക്ക്